ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നരച്ച മുടിയുള്ളവരാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് സിമ്പിളായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കെമിക്കലിൻ്റെ ഒന്നും ഉപയോഗമില്ലാണ്ട് മുടിയെ നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതുകൂടാതെ കുറച്ചധികം നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. നമുക്കിപ്പോൾ പല ആളുകൾക്കും രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. പല കാരണങ്ങളുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉറക്കം നല്ല സുഖമായിട്ട് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ കാലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കാലിൻ്റെ ആ ഒരു ഉൾഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തേക്ക് ഇതുപോലെ ഒരല്പം നല്ലെണ്ണ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. അതൊരല്പം എടുക്കുക. എന്നിട്ട് നമ്മൾ കാലിൻ്റെ വെള്ളയിൽ ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് തേക്കുന്ന സമയത്ത് തന്നെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് കൂടി ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ എപ്പോഴും മിക്ക ആളുകളും സോക്സ് ഉപയോഗിക്കാറുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ കാലിലേക്ക് സോക്സും കൂടി ഇട്ടിട്ട് ഉറങ്ങാൻ കിടന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരും. നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണേ. അടുത്തൊരു ടിപ്സ് ഒന്ന് നോക്കാം. നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ തൊടിയിലുള്ള ഒരു തെങ്ങുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ തെങ്ങിൻ്റെ വേരാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ആ വേര് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലുള്ള പൊടിയും അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മളെ വീട്ടിലെ ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ മരുന്നൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, നമ്മൾ മരുന്ന് കഴിക്കരുതെന്ന് ഒരിക്കലും പറയുന്നില്ല. മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് തന്നെ കൺട്രോളാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചതയ്ക്കുന്നുണ്ട് കേട്ടോ. ഇടിക്കുന്ന കല്ല് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഒരു ദിവസത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ കുടിക്കാനെടുക്കുന്ന വെള്ളത്തിന് സാധാരണ നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലെ ചതച്ചിട്ട് തെങ്ങിൻ്റെ വേര് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം. അപ്പോൾ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഷുഗറിൻ്റെ അളവിനെ കൺട്രോളാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്. അത് കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛമ്മ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം. അടുത്തെന്താ നോക്കാം. നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിലെല്ലാം പോയിട്ട് ഒരുപാട് പൈസ കൊടുക്കാറുണ്ടാവും. അതിനധികം സൈഡ് എഫക്റ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് വെണ്ടയ്ക്ക എടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുക. അതിൻ്റെ ഞെട്ടിയുടെ ഭാഗമൊന്നും നമുക്ക് വേസ്റ്റ് ആവില്ല. അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾ മുടി സിൽക്ക് പോലെയാവും. അതേപോലെ തന്നെ മുടിയൊക്കെ പെട്ടെന്ന് വളരാനും നല്ല കറുപ്പ് കളറോട് കൂടിയിട്ട് നല്ല തിക്കായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു മാജിക്കൽ ജെല്ലാണ് കേട്ടോ. അത് ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെണ്ടയ്ക്ക നിങ്ങൾക്ക് എത്രത്തോളം ഹെയറിലേക്ക് വേണ്ടി വരും അതിനനുസരിച്ച് നിങ്ങൾക്ക് വെണ്ടയ്ക്ക എടുക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്കയിലേക്ക് ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെള്ളമാണ് കേട്ടോ. പച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് ഇതാക്കി കൊടുക്കുക, ഒന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ ആ വെണ്ടയ്ക്കയിൽ നിന്ന് നമ്മൾ പിടിച്ച് അമർത്തുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ ഒരു കൊഴുപ്പ് രൂപത്തിൽ ഒരു ചെല്ലി രൂപത്തിലായിരുന്നു ആ വെണ്ടയ്ക്കയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു വെള്ളം വരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ഇതുപോലെ മാറ്റി വയ്ക്കാം. എന്നതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല ജെല്ല് രൂപത്തിലാണ് ആ ഒരു വെണ്ടയ്ക്കയുടെ നീര് വരുന്നത്. നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളവും അതായത് വെണ്ടയ്ക്കേൻ്റെ കൊഴുപ്പ് എല്ലാം ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ മുടിയിലേക്ക് തേച്ച് കഴിഞ്ഞാൽ മുടി നല്ല സിൽക്ക് പോലെ ഉണ്ടാവും. അതേപോലെ തന്നെ ഫാസ്റ്റായിട്ട് വളരാനും മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് 2 തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ ആ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ജെല്ല് രൂപത്തിലുള്ള ഈ ഒരു ലിക്വിഡ് കണ്ടോ നമ്മുടെ ഹെയറിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയുടെ തലയോട്ടി മുതൽ മുടിയുടെ തുമ്പിൽ വരെ നമുക്കിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ മുടി കഴുകി കളയാം. ഒരുപാട് ഉണങ്ങി പോകാനായിട്ട് ടൈം കൊടുക്കരുത്. അതിൻ്റെ മുന്നേ തന്നെ മുടി വാഷ് ചെയ്തെടുക്കുക കേട്ടോ. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. ഷാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.
നമ്മളെപ്പോഴും വെറുതെ കളയുന്ന ഒന്നാണ് മുട്ടത്തോട്. മുട്ടത്തോട് നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള മുട്ടത്തോടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നന്നായിട്ട് ക്ലീൻ ആവുക. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തുള്ള മുട്ടത്തോട് നമ്മൾ ഇതുപോലെ ഒരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നൈസായിട്ട് പൊടിയണമെന്നൊന്നുമില്ല, നമുക്ക് എത്രത്തോളം അതൊന്ന് പൊടിക്കാൻ പറ്റും ആ രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഉണ്ടോ, ഇത് എന്നിട്ട് ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്കൊരു കിഴി രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീന്, മഗ്നീഷ്യം, കാൽഷ്യം ഇതെല്ലാം ഈ ഒരു മുട്ടത്തോട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിലേക്ക് കഴിക്കാനായിട്ടും ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് അഴിഞ്ഞു പോവാത്ത രീതിയിൽ വേണം കെട്ടിയെടുക്കാനായിട്ട് കേട്ടോ. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ദിവസേന ചോറ് വയ്ക്കുന്ന, നമ്മൾ ചോറ് തിളച്ച് വരില്ലേ, ആ ഒരു സമയത്ത് ആ കിഴി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ മുട്ടയുടെ തോടെല്ലാം തിളച്ച് ആ വെള്ളത്തിലേക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലിറങ്ങി അതിൽ വെന്ത് വരുന്ന ചോറ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീന്, കാൽഷ്യം, മഗ്നീഷ്യം ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇന്ന് ചോറ് വാർത്തതിന് ശേഷം അത് എടുത്ത് മാറ്റാം. നമുക്ക് ദിവസവും ഇതുപോലെ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കാൽഷ്യം, പ്രോട്ടീനൊക്കെ കൊടുക്കാനുള്ള നല്ലൊരു മെത്തേഡും കൂടിയാണ് കേട്ടോ ഇത്. ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല, ചിലവുമില്ല. അപ്പോൾ ചെയ്ത് നോക്കൂ. നരച്ചിട്ടുള്ള മുടിയെ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാൻ സാധിക്കും. അതിനായിട്ട് തെങ്ങിൻ്റെ വേരെടുക്കുന്നുണ്ട്. തെങ്ങിൻ്റെ വേര് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിലത്തെ മണ്ണും അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. നമുക്ക് മിക്സിയിലിട്ട് ചതയ്ക്കണമെന്നൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ഇടിച്ച് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഇത് തിളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തിളയ്ക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറും അതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളപ്പിക്കുന്നത്. എന്നിട്ട് 2 ടീസ്പൂൺ അളവിൽ ആ തിളച്ച് വരുന്ന സമയത്ത് 2 ടീസ്പൂൺ അളവിൽ ചായപ്പൊടിയും കൂടി ചേർത്തിട്ട് ചായപ്പൊടിയും ആ തെങ്ങിൻ്റെ വേരിൻ്റെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ അരിച്ചെടുക്കുന്ന ഈ ഒരു ലിക്വിഡ് നമ്മൾ ദിവസവും തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ മാറുകയും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. മുടി കൊഴിച്ചിൽ മാറാൻ ഇത് ബെസ്റ്റാണ്. മുടി കൊഴിച്ചിൽ ഇൻസ്റ്റൻ്റായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ലിക്വിഡ് നിങ്ങൾ ദിവസവും തലയിൽ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധിക്കുന്നതാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മളിനി ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ കടായി എടുക്കുന്നുണ്ട്. ആ കടായിലേക്ക് നമുക്ക് വിശ്വാസമുള്ള ഏതൊരു ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല, ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹെന്ന പൗഡർ നമ്മൾ ഹെയറിലേക്ക് എത്ര മുടിയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഇരുമ്പിൻ്റെ എണ്ണമയം ഒട്ടുമില്ലാത്ത ഇരുമ്പിൻ്റെ കടായി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നിങ്ങൾ ഏത് പാത്രം എടുക്കുകയാണെങ്കിലും അതിൽ എണ്ണമയം ഉണ്ടാവരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ലിക്വിഡ് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് കട്ടയൊന്നുമില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഹെയർ പാക്കിലേക്ക് നമ്മൾ ഇനി മറ്റൊന്നും തന്നെ ചേർത്തുന്നില്ല ഇപ്പോൾ. എന്നിട്ട് ഇത് ഒരു രാത്രി മുഴുവനും നമ്മളിതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അതൊരു കറുപ്പ് കളറായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ഇരുമ്പിൻ്റെ കടായിലാണ് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അയണിൻ്റെ കണ്ടൻറ്റ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ നരച്ച മുടി ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം അയണിൻ്റെ കുറവുകൊണ്ടതാണ്. ഈ ഒരു പാക്ക് കറുപ്പ് കളറായതുകൊണ്ട് മാത്രം നമ്മുടെ മുടി കറുക്കില്ല. ഇനി നമ്മൾ അതിലേക്ക് ചേർത്തുന്നത് നീലമരീൻ്റെ പൊടിയാണ് കേട്ടോ. അതും നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ല ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങണം. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നീലമരിക്ക് പല ക്വാളിറ്റി കുറവുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിച്ച റിസൾട്ട് കൊടുക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നീലമരീൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നീലമരി, ഹെന്ന ഇതെല്ലാം കൂടി ചേർന്നിട്ട് നന്നായിട്ട് മിക്സായി വന്നുള്ളൊരു പാക്കായി കിട്ടും. അത് നല്ല രീതിയിൽ കറുപ്പ് കളറും ആവൂട്ട മുടി. നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം നീലമരി ചേർത്ത് കൊടുത്താൽ മതി. നീലമരി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുടിയിൽ അഴുക്കോ എണ്ണമയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ കയ്യിൽ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തുള്ള തലമുടിയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ ഭാഗത്താണോ നരച്ചിട്ടുള്ള മുടിയുള്ളത് അവിടെ എല്ലാം മുഴുവനായിട്ട് ആ മുടിയുടെ വേര് മുതൽ തുമ്പ് വരെ കവറാവുന്ന രീതിയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു
ഇത് തലമുടിയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ 2.5 മണിക്കൂറെങ്കിലും അത് അതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. പിന്നെ അതിന് സമയമില്ല, ചുരുങ്ങിയത് നിങ്ങൾ 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇതുപോലെ കറുത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് കറുപ്പ്, നമ്മൾ ഡൈ അടിച്ചാലുള്ള കറുപ്പല്ല കിട്ടുക, നാച്ചുറലായിട്ട് നമ്മുടെ മുടി എങ്ങനെയാണോ കറുപ്പുണ്ടാവുക ആ രീതിയിൽ തന്നെ നമുക്ക് കറുപ്പ് കളർ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമായ വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തിട്ട് മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.